ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്നൊരു പിസ്സ ആയിട്ടാണ് വന്നത്, അതായത് മുട്ട പിസ്സ. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഒരു 1.5 ഗ്ലാസ് 250 ml ഗ്ലാസ്സിൽ മൈദപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നന്നായി നേരെ ചൂടുള്ള പാൽ ഒഴിച്ച് അത് നന്നായിട്ട് കുഴച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബോളാക്കിയ ശേഷം നന്നായിട്ട് കുഴക്കണം കേട്ടോ. അങ്ങനെ കുഴക്കണോട് തന്നത് പൊന്തൽ കഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറായിട്ട് വെക്കുക. തണുപ്പിന് നമുക്ക് തണുപ്പാണെന്നുള്ള സീസൺ സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം വെക്കുക. എന്നിട്ട് പിന്നെ ഒരു ടർക്കി എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക. നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബോൾസ് ആക്കുക. 2 കഷ്ണം ബോൾസ് ആക്കിയതിന് ശേഷം 2 പിസ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് അതൊന്ന് ഇതിൽ ബട്ടർ പേപ്പർ വെച്ചൊന്ന് പരത്തിയെടുക്കുക. പരത്തി ശേഷം ഫോർക്ക് കൊണ്ടൊന്ന് ഓട്ടാക്കുക. അതിൻ്റെ ഹെയർ പോയി കിട്ടാനാണ്. എന്നതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് മൊസറല്ല ചീസ്, പിന്നെ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ്, അതിലേക്ക് ഇതുണ്ടല്ലോ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഇതിലുള്ള സോസ്, ഇതൊക്കെ കൊടുത്ത് വെച്ച് നന്നായിട്ട് ഒരു ഇതാക്കുക. അതിൻ്റെ മേലെ തേച്ച് കൊടുക്കാൻ. അതിന് ശേഷം മുട്ട മുറിച്ചിട്ട് അതിങ്ങനെ വെച്ചെടുക്കുക ഓരോ ഇതളായിട്ട്. അതിന് ശേഷം ചട്ടി വെക്കുക. ആദ്യം നമ്മൾ ഈ ഡോളുണ്ടല്ലോ അത് പരത്തിയതിന് ശേഷമുള്ളതായിട്ട് ഇത് പത്തിരി ഉണ്ടല്ലോ അതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമുള്ളൊരു പിസ്സയാണ് മുട്ട പിസ്സ. അങ്ങനെ ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇത് തേക്കണം കേട്ടോ. ഓറിഗാനോ ഇടണേ മറക്കരുത്. ഓറിഗാനോ ഇടയിൽ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്ക് എന്തൊക്കെ വേണ്ടിച്ചാൽ ഇത് തക്കാളി ഇട്ടെടുക്കുക, മുറിച്ചിട്ടെടുക്കുക, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ടെടുക്കുക. എല്ലാം അതിൻ്റെ മേലെ ഇട്ടെടുക്കുക. നമുക്ക് എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ട് വെച്ചാൽ അതൊക്കെ ഇട്ടെടുത്തിട്ട് അടിപൊളി ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. എളുപ്പത്തിൽ ഉണ്ടാക്കാനും എളുപ്പമാണ്, നമുക്ക് തിന്നാനും ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും സ്കൂളിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ അടിപൊളി ടേസ്റ്റ്. ഇതിങ്ങനെ കണ്ടും ഇഷ്ടപ്പെടാണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഇതൊക്കെ കണ്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്.